ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാനൊരു പാനിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടേക്കുകയാണ്. അതായത് ഞാൻ നമ്മൾ നോർമലി ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ മസാലകളും തേച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. ആ ചിക്കൻ പീസുകൾ, ബോൺലെസ് ചിക്കൻ പീസുകളിട്ട് ഫ്രൈ ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് പുഴുങ്ങിയെടുക്കാം. അതായത് നമ്മുടെ ഉപ്പും കുരുമുളകും ഇട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് പുഴുങ്ങിയെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ബട്ട് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓയിലിൽ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടിട്ട് ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ ഈ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കണേ. അപ്പോൾ ബാക്കി വന്ന ഈ ഓയിലിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ പച്ചമുളക്, വളരെ ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇത് ഞാനൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്നത്. അധികം മസാലകൾ ഇതിന് ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും മാത്രം ഇതിന് ആവശ്യമുള്ളൂ. ഇത് മൂന്നും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചില വീഡിയോസ് മിസ്സിംഗ് ആണ്, മീൻസ് ഞാൻ ഈ ക്രഷ് ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോൾഡ് പൊട്ടാറ്റോവും കൂടി ഇതിൽ ഞാൻ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ സെയിം പാൻ തന്നെ ഞാൻ വൃത്തിയാക്കിയിട്ട് അതിൽ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടിട്ട് ചൂടാക്കാൻ വെച്ചേക്കാണ്. ഈ സമയം നമ്മൾ ആ മിക്സ് ആറിയതിന് ശേഷം ഇതേപോലെ ഷേപ്പ് വരുത്തി എഗ്ഗ് ബാറ്ററിലും ബ്രെഡ് ക്രംസിലും മുക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഞാൻ 2 കോഴിമുട്ടയാണ് ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലും നമ്മൾ ഈ മിക്സ് ഷേപ്പാക്കി മുക്കിയതിന് ശേഷമാണ് ഞാൻ ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളിത് ഫസ്റ്റ് ഇത് എല്ലാം റെഡിയാക്കി വച്ചതിന് ശേഷം ഫ്രൈ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുത്തുണ്ടാക്കി ഫ്രൈ ചെയ്ത് ഒരെണ്ണം എടുത്തുണ്ടാക്കി ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റേത് കരിയാം, രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇതാണ് ബെറ്റർ ഓപ്ഷൻ. ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഒത്തിരി വേവിക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി എല്ലാം വെന്ത ഐറ്റംസാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ പുറം ഒന്ന് മുരിഞ്ഞാൽ മതിയാവും. അതുപോലെ ഒത്തിരി കരിയാണ്ടും ശ്രദ്ധിക്കുക. തിരിച്ചിടുമ്പോഴും മറിച്ചിടുമ്പോഴും പൊട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കണം. 2 ഫോർക്ക് ഇതുപോലെ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ യൂസ് ചെയ്ത് 2 സ്പൂണൊക്കെ യൂസ് ചെയ്ത് തിരിച്ച് മറിച്ച് വിട്ടാൽ വളരെ സുഖമായിരിക്കും. ഇതുപോലെ 2 വശവും ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ പൊട്ടാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആണെന്ന് ഞാൻ പറയും, കാരണം അത്ര ഓയിലി അല്ല. ഞാൻ വെളിച്ചെണ്ണയല്ല യൂസ് ചെയ്തേക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.